Hi, Namaste, welcome back viewers, welcome back to WinTrader. Signals open ആവുന്ന ഒരു ലോങ് ക്യാൻഡിൽ ആണെങ്കിൽ, അതായത് ഒരു ഹ്യൂജ് അപ്പ് അല്ലെങ്കിൽ ഡൗൺ ആയിട്ട് ഓപ്പൺ ആവുന്ന ക്യാൻഡിൽസിൽ നമ്മൾ എങ്ങനെ എൻട്രി എടുക്കും? അതായത് ഓൾറെഡി നമ്മൾ ആ ലോങ് ക്യാൻഡിൽ നമ്മൾ സിഗ്നൽസ് ഓപ്പൺ ആവുന്ന സമയത്ത് ഒരു 40-30 ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിൽ ഒരു 40 പോയിന്റ്സ് അടിച്ചിറങ്ങിയിട്ടായിരിക്കും ഓപ്പൺ ആവുന്നത്. അതേപോലെ ഓൾറെഡി നമ്മൾ ഏൺ ചെയ്യുന്ന ടാർഗറ്റ്സ് ഒക്കെ അടിച്ച് ഓപ്പൺ ആവുന്ന ക്യാൻഡിൽസിനൊക്കെ നമുക്ക് മാർക്കറ്റ് പുൾ ബാക്ക് പോയിട്ട് നമുക്ക് റിവേഴ്സ് പോകാറുള്ളൂ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അവിടുന്ന് എൻട്രി എടുക്കുമ്പോൾ എപ്പോഴും റിവേഴ്സ് പോകാറാണ് പതിവ്. എപ്പോഴും എല്ലാവർക്കും SL ഹിറ്റ് ആകാറാണ് പതിവ്. അപ്പം അതുപോലത്തെ സിഗ്നൽസിലൊക്കെ നമുക്കൊരു കറക്റ്റായിട്ടൊരു എൻട്രി എക്സിറ്റ് എങ്ങനെ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ലൈവ് വീഡിയോയിലൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആക്ച്വലി ഒരു ഡെമോൺസ്ട്രേഷൻ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ലൈവ് മാർക്കറ്റിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് വിളിക്കാം, വാട്സപ്പ് ചെയ്യാം. അപ്പം ഞാൻ എക്സാമ്പിൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നിഫ്റ്റിയുടെ ലൈവ് മാർക്കറ്റിലൂടെയാണ്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 12.5 രൂപ സെൽസികൾ തന്നിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് റിവേഴ്സ് പോയിട്ടാണ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് പോയത്. പക്ഷെ എക്സാമ്പിൾ സെയിം ഞാൻ കാണിച്ചു തരുന്ന TCS മാർക്കറ്റിനാണെങ്കിൽ ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം സെയിം അതേപോലെ മേളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഈ രണ്ട് സിഗ്നൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പൊ ഇവിടെ രണ്ടും നിങ്ങൾ സിഗ്നൽസ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് ചെയ്യുക? ഇവിടെ കറക്റ്റ് ഒരു പൊസിഷൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ? അത് ഇന്നത്തെ ലൈവ് മാർക്കറ്റിലൂടെ പറഞ്ഞു തരാം. ഫസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ റേറ്റ് നിങ്ങൾ കാണാൻ സാധിക്കുന്ന ഈ കുറലാണ്. ഈ സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് വെച്ചാൽ സ്ട്രാറ്റജി ബാർ ചാർട്ടാണ്. പിന്നെ അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം രാവിലെ ബൈ സിഗ്നൽ കണ്ടിന്യൂഷൻ പോയിട്ടുണ്ട്, ചെറിയൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് ഒരേ ഒരു സിഗ്നൽ തന്നിട്ടുള്ളൂ 12.5 ആക്ച്വലി സെല്ല്. അതിൻ്റെ എൻട്രി പോയിന്റ്, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, അതെല്ലാം ഡീറ്റെയിൽസും മേലിലും താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ സിഗ്നൽസിൽ എൻട്രി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആക്ച്വലി കൺഫർമേഷൻ ലെവൽസ് ചെക്ക് ചെയ്യുന്നത്, അതായത് ക്യാൻഡിൽ കളർ, താഴത്തെ കൺഫർമേഷൻ ബാർ, പ്രൈസ് സെൽസ് ഉണ്ട്, ഇത് മൂന്നും നോക്കിയിട്ട് സപ്പോർട്ട് ലെവൽ അല്ല റെസിസ്റ്റൻസ്. ഇപ്പം മേളിലെ ഗ്യാപ്പ് ബൈ ട്രെൻഡ് ആണ് തരുന്നതെങ്കിൽ റെസിസ്റ്റൻസും, ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ സപ്പോർട്ട് ലെവലും ബ്രേക്ക് ചെയ്യുന്ന പോർഷൻസിൽ വേണം മാത്രം എൻട്രി എടുക്കാനായിട്ട്. അതായത് ഓൾറെഡി ഒരു 30-40 പോയിന്റ്സ് ഒക്കെ അടിച്ചാണ് ഇറങ്ങുന്നത്. അപ്പം ഓൾറെഡി നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് അടിച്ചിട്ട് ഇറങ്ങുന്ന ക്യാൻഡിൽസ് ആണ് ഇത് ആക്ച്വലി വരുന്നത്. ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഇതേ മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം അവിടുന്ന് ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ആ സപ്പോർട്ട് സോഫ്റ്റ്വെയർ തന്നിരിക്കുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ആ പൊസിഷനിൽ വേണം എടുക്കാനായിട്ട്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ TCSൽ നോക്കുകയാണെങ്കിൽ സിഗ്നൽസ് ഗ്യാപ്പിൽ ഇതേപോലെ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. 3323 ബ്രേക്ക് ചെയ്ത് പോയി നേരെ കയറിയിട്ടുണ്ട് 39 വരെ. അപ്പൊ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ അവിടെ ബുക്ക് ചെയ്ത് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ സെക്കൻഡും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പിന്നെയും കയറിയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പം നമുക്കത് കറക്റ്റ് ആയിട്ടൊരു ഡിസിഷൻ അവിടെ എടുക്കാനായിട്ട് സോഫ്റ്റ്വെയർ അവിടെ തരുന്നുണ്ട്. അത് ആക്ച്വലി പിന്നേക്ക് മേളിലേക്ക് പോകുമോ അതോ ഇനി താഴേക്ക് ഇറങ്ങുമോ, നമുക്ക് റെസിസ്റ്റൻസിന്റെ സപ്പോർട്ടിന്റെ മൂവ്മെന്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നമുക്ക് ആക്ച്വലി വളരെ കൃത്യമായിട്ട് സോഫ്റ്റ്വെയർ ആക്ച്വലി എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളൊരു ഡിസിഷൻ നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് കളർ ചേഞ്ച്, നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് കാണിക്കുന്ന കളർ ചേഞ്ചസ് സൈഡ് വേസ് ആണ്. അപ്പൊ സൈഡ് വേസ് പോകുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ ഒരു സെൽ സിഗ്നൽ തരുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അണ്ടർസ്റ്റുഡ് ആണ് അവിടെ എടുക്കാൻ പാടില്ല, അതൊരു ഹ്യൂജ് ലോങ് ക്യാൻഡിലാണ്, അവിടെ നിന്ന് സപ്പോർട്ട് ബ്രേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ നോക്കിയിട്ട് ഈ സപ്പോർട്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിരുന്നു, തിരിച്ച് കയറി ഇവിടുന്ന് പിന്നെ ബ്രേക്ക് ചെയ്യേണ്ടത്, അവിടുന്ന് ബ്രേക്ക് ചെയ്യാണ്ട് പിന്നെയും ഇറങ്ങിയിട്ടാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് പോയിരിക്കുന്നത്. അപ്പൊ ഇവിടുന്നാണൊരു എൻട്രി നമുക്ക് പോകുന്നത്. അപ്പൊ ആ എൻട്രിയിൽ അപ്രോക്സിമേറ്റ് ഒരു 145 നമുക്കൊരു 18,539 നമുക്ക് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അവിടുന്ന് ഒരു 80 പോയിന്റ്സ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻ ട്രേഡേഴ്സ് ആണെങ്കിൽ ഒരു 18,700 പുട്ട് നമുക്ക് എടുത്തിരുന്നെങ്കിൽ നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് ലെവല് നമുക്ക് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാനും സാധിച്ചിട്ടുണ്ട്. ഓക്കെ, സെയിം ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഇതേപോലെ ഒരു മൊമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ലാസ്റ്റ് വന്ന സെല്ല് നല്ലൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് എക്സിറ്റ് ചെയ്യാൻ നമുക്ക് 3 ടാർഗറ്റും അടിച്ചിട്ടും നമുക്ക് പിന്നെയും മാർക്കറ്റ് റീ എൻട്രി തന്ന് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ രാവിലെ നോക്കുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് അവിടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ സെൽ സിഗ്നൽ വന്ന ശേഷം ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി സെല്ല് വന്നോ, സെല്ല് കൺഫേം അല്ല, ബൈ വന്നിട്ടുമില്ല, ബൈ കയറിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലത്തെ പോർഷനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് നോക്കിയിട്ട് വേണം ഇതേപോലെ ബ്രേക്ക് ഔട്ട് പോകുന്ന ലെവലിൽ പിടിച്ചിട്ട് എടുക്കണം. അതേപോലെ സിഗ്നൽസ് തരാൻ കുറച്ച് ലേറ്റ് ആകണമെങ്കിൽ അവിടെ പൊസിഷൻ എടുക്കുമ്പോൾ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് പോയതിനു ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. അഥവാ എടുത്തു കഴിഞ്ഞാലും സോഫ്റ്റ്വെയർ റിവേഴ്സ് പോകുന്നതിന്
പ്രോപ്പർ ബെൽ സൗണ്ട് അലേർട്ട് ആയിട്ട് ഇതേപോലെ ബെൽ സൗണ്ട് അലേർട്ടോടുകൂടി മെസ്സേജ് ആയിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരും. അപ്പോൾ ആ ലെവലിൽ എക്സിറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ വിളിക്കുക, എന്നെ വാട്സപ്പ് ചെയ്യാൻ. ഞാൻ ഗൈഡ് ചെയ്തുതരാം സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.